അപ്പൊ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ഡ്രോയിങ് ചെയ്തിട്ടാലോ? ഓൾറെഡി നമ്മൾ ഈ പിക്ചർ ആദ്യം തന്നെ വരച്ച് വെച്ചിരുന്നു കേട്ടോ. അതിന്റെ റീസൺ വേറെ ഒന്നല്ല കേട്ടോ, ഡ്രോയിങ് ബുക്ക് ആണെങ്കിൽ നമുക്ക് സീനൊന്നുമില്ല, റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് മോണോക്രോമാറ്റിക് പിക്ചർ ആണ്. അല്ല അതെന്താന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായോ? ലൈറ്റ് എങ്ങനെ ഡാർക്ക് ആക്കാന്നുള്ളതാട്ടോ ഞാൻ പറയണേ. അതിനെ ഞാൻ എടുത്തിക്കണത് യെല്ലോയും ബ്ലാക്കും ആണ്. യെല്ലോ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ബ്ലാക്ക് അതൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഇങ്ങനത്തെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കിട്ടും കേട്ടോ. അല്ല നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റി പിക്ചേഴ്സ് വേണമെങ്കിൽ കമന്റ് ആക്കിക്കോളി. നമ്മൾ കുറെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളി. ഇത് യെല്ലോയിലും ബ്ലാക്കിലും മാത്രമല്ല ചെയ്യാൻ പറ്റും, റെഡ് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്യാം. റെഡും വൈറ്റും ചെയ്താല് കുറച്ച് ക്യൂട്ട്നെസ് അധികമാവും. നമുക്ക് വേണ്ടത് ക്യൂട്ട്നെസ് അല്ലല്ലോ, കുറച്ച് ഗാംഭീര്യമൊക്കെ വേണ്ടല്ലേ. പിന്നെ നമ്മളെ ഈ പാലറ്റ് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടരുത് കേട്ടോ. ഡ്രോയിങ് പെയിന്റിങ് ഇതന്നെയല്ലേ പണി. അല്ലടാ ഞാൻ പറയണ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ തന്നെ ഇടണ്ട്. 1 മിനിറ്റിലുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് പറയാൻ കഴിയണില്ല. എന്നാലും കുറെയൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കണം. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കാന്ന് കരുതി. അങ്ങനെ നമ്മളെ വർക്കും കഴിയും, നിങ്ങൾക്ക് കാണും ചെയ്യാലോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ആക്കാൻ മറക്കല്ലേ. ഇത്രയും ഇഷ്ടപ്പെട്ടതല്ലേ ഒരു ലൈക്ക്. അപ്പൊ ബൈ, വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.